കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിക്കാനിരിക്കെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾ അതിരുവിടുകയാണ്. ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കായുള്ള മട്ടന്നൂർ SI TV ധനഞ്ജയദാസിന്റെ നിർദ്ദേശക്കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥികൾ ലഹരിയുടെയും അക്രമത്തിന്റെയും വഴിയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് കുറിപ്പ്. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ വ്യാഴാഴ്ചയും +2 പരീക്ഷ ബുധനാഴ്ചയും അവസാനിക്കാനിരിക്കുകയാണ്. +2 സയൻസ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളുടെ പരീക്ഷകൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളുടെ ആഘോഷം പരിധി വിടുന്ന തരത്തിലുള്ളതായിരുന്നു. ചായങ്ങൾ പരസ്പരം ദേഹത്ത് വാരിത്തേച്ചും മറ്റുമായിരുന്നു പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളുടെ ആഘോഷം. പലയിടങ്ങളിലും ഇതിൽ ഒതുങ്ങി നിൽക്കാതെ അതിരുവിടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് മട്ടന്നൂർ SI TV ധനഞ്ജയദാസ് വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. ഈ അധ്യയന വർഷത്തിന്റെ അവസാന ദിനം എല്ലാ +2 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾ അവരവരുടെ മക്കളുടെ സ്കൂളുകളിൽ എത്തിച്ചേരുക എന്ന രീതിയിലാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ആൺകുട്ടികളെ ലഹരിയുടെയും അക്രമത്തിന്റെയും വഴികളിലേക്കും പെൺകുട്ടികളെ ചതിക്കുഴിയിലേക്കും നയിക്കാൻ കഴുകൻ കണ്ണുകളുമായി സ്കൂളിനു ചുറ്റും ചെകുത്താന്മാർ വട്ടമിട്ട് വലവിരിച്ച് കാത്തിരിക്കുന്ന ദിനമാണിത് എന്ന് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ ക്യാമ്പസുകളെ ഗ്രസിച്ചിരിക്കുന്ന ശാപമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അധ്യയന വർഷം അവസാനിക്കുന്ന ദിനം സ്കൂളുകളിൽ എത്തി സ്വന്തം മക്കളെ സുരക്ഷിതരായി വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അപേക്ഷിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇങ്ങനെ ഒരു കുറിപ്പെഴുതി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ധനഞ്ജയദാസ്: ഒരു ഹോളി ആഘോഷ മൂഡിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ കളർ വാരി എറിയലും ഷർട്ട് വലിച്ചു കീറലും, ഇനി എന്തിനാണ് യൂണിഫോം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വിദ്യാർത്ഥി തൊട്ടടുത്ത വിദ്യാർത്ഥിയുടെ ഷർട്ട് വലിച്ചു കീറുക, അവൻ്റെ പുസ്തകങ്ങൾ വലിച്ചു കീറി എറിയുക, ഒരിക്കലും കണ്ടുവരാത്ത തികച്ചും അസ്വാഭാവികമായ നടപടികളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇടയിൽ കണ്ടുവരുന്നത്. അത് പുതിയ ബാച്ചിലേക്ക് വരുന്നത്. ഇപ്പോൾ 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഇത് തന്നെ കാണുകയും അത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. ഇത് ഒരു തടയിടേണ്ട ഒരു സംഭവവിശേഷമാണ്. പോലീസിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് വിദ്യാർത്ഥികളെ, പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളെ തടയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ കൂട്ടായ ഒരു പരിശ്രമം വഴി മാത്രമേ ഈ വിദ്യാർത്ഥികളെയും ഈ പുതുതലമുറയും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി എല്ലാ രക്ഷിതാക്കളും, ഈ അധ്യയന വർഷം പൂർത്തിയാക്കുന്ന +2 SLC ബാച്ചിൽപ്പെട്ട എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളും ആ അധ്യയന വർഷം പൂർത്തിയാകുന്ന ദിവസം ഇവർ ആഘോഷവുമായിട്ട് മുമ്പോട്ട് വന്ന് വയലൻസ് രീതിയിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ലഹരിയുടെ വഴിയിലേക്ക് കുട്ടികൾക്ക് നീക്കിക്കൊണ്ടുവരാനുള്ള പുറത്തുള്ള ആൾക്കാരുകൾ കാത്തു നിൽക്കുന്ന ഈ ഒരു ദിവസത്ത് പെൺകുട്ടികളെ ഈ ചതി കുഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പുറത്തുള്ള ആൾക്കാർ ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന ഈ സെൻഡ് ഓഫ് ദിവസത്തിലേക്ക് എല്ലാ രക്ഷിതാക്കളും എത്തിച്ചേർന്നുകൊണ്ട് കുട്ടികളെ സുരക്ഷിതരായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശയമായിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രചരണമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ അധ്യാപകരും പോലീസും ഏറെ ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ കൂടി ശ്രദ്ധ അനിവാര്യമാണ്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.